നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അച്ചാറാണ്. ചെറിയുള്ളി ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. സാധാരണ ആരും ചെറിയുള്ളി ഒന്നും ഉപയോഗിച്ചിട്ട് അച്ചാർ തയ്യാറാക്കി എടുക്കാറില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയുള്ളി കുറച്ച് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കഴിക്കാനും പറ്റും. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാനിപ്പോൾ പുതുതായിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ടെലിഗ്രാം ചാനലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ. 1 കപ്പ് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അച്ചാറിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉള്ളി തന്നെയാണ്. ഇതിലിപ്പോൾ വെളുത്തുള്ളി ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണമാണ്. ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില. പച്ചമുളകും കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. ഇത് കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രസം വരും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ മുളക് പൊടിയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ പകുതി എരിവുള്ള മുളക് പൊടി, പകുതി കാശ്മീരി മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണത്. ഇതിൻ്റെ അളവും കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ അച്ചാർ കഴിക്കാൻ രസം ഉണ്ടാവില്ല. ഭയങ്കരമായിട്ടൊരു കയ്പ്പ് രസം വരും. പിന്നെ നമുക്ക് വിനാഗിരിയാണ് ആവശ്യം. വിനാഗിരി ഏത് ടൈപ്പ് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. വിനാഗിരിയുടെ അളവ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറയാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ചാറിയ വെള്ളവും ഉപ്പുമാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഞാൻ ഓയിലിൻ്റെ കാര്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അച്ചാറല്ല, അത്യാവശ്യം ഓയിൽ വേണം. പക്ഷേ ഇതിലിപ്പോൾ ഒരുപാട് ഓയിലൊന്നുമില്ല. കൂടുതൽ ഓയിൽ നിങ്ങൾക്ക് ഒഴിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. പിന്നെ നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിതിലേക്ക് ഇപ്പോൾ കടുക് ചേർത്ത് കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. മുഴുവനോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇതിലേക്ക് തൊലി കളഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് വഴന്ന് വരണം. അപ്പോൾ അത് കാരണമാണ് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഒരുപാട് വഴറ്റിയെടുക്കാതിരുന്നത്. ഇതും കൂടി വിട്ടിട്ട് വഴറ്റിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കതൊരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരുവിധം വഴന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി നന്നായിട്ട് തന്നെ വഴന്ന് വരണം. കണ്ടില്ലേ, ഇതിപ്പോൾ ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ബ്രൗൺ ഷെയ്ഡൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല.
ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടൊക്കെ അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പ് കുറവാണ്. നമ്മൾ വെളുത്തുള്ളി ചേർത്ത സമയത്ത് മാത്രമല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അച്ചാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിനി ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് വിനാഗിരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അച്ചാർ കഴിക്കാൻ പറ്റില്ല, പുളി കൂടിയിട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി തിളച്ചൊന്ന് വരട്ടെ നന്നായിട്ട് തന്നെ. ഇപ്പം കണ്ടില്ല, ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. ഞാനിതൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കുക. കായത്തിൻ്റെ ടേസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഉലുവയുടെ ടേസ്റ്റോ അതുപോലെ വിനാഗിരിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അച്ചാർ എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്രേവിയോട് കൂടി എടുക്കുക. അപ്പോഴാണ് തണുത്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും. പിന്നെ ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം ഇത്രയ്ക്കൊരു അളവിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എണ്ണയുടെ അളവൊക്കെ കുറച്ച് കൂട്ടി എടുക്കേണ്ടി വരുന്നു മാത്രം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരിയുടെ ടേസ്റ്റ് എനിക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഉള്ളിയുടെ ഉള്ളിലേക്കൊക്കെ വിനാഗിരി നന്നായിട്ട് പിടിക്കണമല്ലോ. അതുപോലെ ഉപ്പും കുറച്ച് കുറവ് തന്നെയാണ്. വിനാഗിരിയും ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അച്ചാർ റെഡി ആയിട്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കറക്റ്റായിട്ടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ എരിവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം കണ്ടില്ലേ, ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോട് കൂടി എടുക്കാട്ടെ എപ്പോഴും. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിത് തണുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇതൊരു ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസത്തിന് ശേഷമെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തന്നെ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അച്ചാറൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നല്ല സ്റ്റെറിലൈസ് ചെയ്ത ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ ഇട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ കേടാവില്ല. പിന്നെ കൂടുതൽ നാളൊക്കെ നിങ്ങൾ അച്ചാർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ട് എടുത്താൽ മതി. ലോങ് പീരീഡിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു അളവ് മാത്രമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, കേടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കണത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവണം. അതുപോലെ തന്നെ വിനാഗിരിയും ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളിയും ആവശ്യത്തിന് തന്നെ വഴന്ന് വരണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.